നമ്മുടെ ഏത് ആവശ്യങ്ങളും നിറവേറാനുള്ള നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും അതുപോലെ നമ്മുടെ ഏത് ആവശ്യങ്ങളും ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് നടന്നു കിട്ടാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ചില അമലുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇത് ചെയ്തവർക്ക് അനുഭവമുണ്ട്. സ്വാലിഹീങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മഹാന്മാരൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അവരത് ചെയ്യുകയും ചെയ്തപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു എന്ന അനുഭവം പറയുന്ന അമലാണ്. ഇത് ചെയ്യാൻ തുടങ്ങേണ്ടതൊരു വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം തുടങ്ങിയിട്ട് അടുത്ത വ്യാഴത്തിനുള്ളിൽ അത് ചൊല്ലി തീർത്ത ഉടനെ ആത്മാർത്ഥമായിട്ട് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം അത് റബ്ബിനോട് ചോദിച്ചാൽ നടന്നു കിട്ടുമെന്ന് ഉറപ്പുള്ള ആ അമലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയും വരുന്നതുകൊണ്ട് നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് അങ്ങനെ സൂചിപ്പിച്ച് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഏത് വിഷയങ്ങൾക്കും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ് അതിനൊക്കെ പ്രാധാന്യമുള്ളത്. അതുകൊണ്ടത് പ്രത്യേകം ഓരോരുത്തരും മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ നമുക്ക് പല കാര്യങ്ങളും പിന്തിപ്പിക്കുന്നതിൽ, അത് നമുക്ക് നൽകാതിരിക്കുന്നതിൽ എന്തെങ്കിലും ഖൈറ് കരുതിയിട്ടുണ്ടാകും. നമ്മൾ ദുആ ചെയ്യുന്ന സമയത്തോ മറ്റൊക്കെ ആയിട്ട് അതിലേക്ക് ഖൈറായ വഴി തുറന്നു കിട്ടും. അങ്ങനെ നമുക്ക് തുറന്നു കിട്ടാൻ കാരണമാകുന്ന ഒരു അമലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്യലാണ്. അത് നമ്മളൊരു വലിയ പ്രയാസമായിട്ട് കണക്കാക്കരുത്. ഇന്ന് പുതിയ കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ വിശുദ്ധ ഖുർആൻ കൈകൊണ്ട് എടുത്ത് പാരായണം ചെയ്യാനും അത് തുറന്നു നോക്കാനും ഓതാനുമുള്ള സമയം കുറഞ്ഞിരിക്കുന്നു പഴയ കാലങ്ങളിലേക്ക് ചേർത്ത് നോക്കിയിട്ട്. അങ്ങനൊന്നും ആയാൽ പോരാ. നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും സമയമുണ്ടല്ലോ. അതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്തണം. അത് സുബ്ഹിക്ക് ശേഷമോ മഗ്രിബിന് ശേഷമോ വിശുദ്ധ ഖുർആൻ കയ്യിൽ ഓപ്പൺ ചെയ്ത് വെച്ച് ഖുർആനിൽ തന്നെ നോക്കിയിട്ട് ഓതാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അത് നമ്മളിനിപ്പോൾ ഓൺലൈൻ മജ്ലിസുകളിലും മറ്റുമൊക്കെ പങ്കെടുക്കുകയാണെങ്കിലും നമ്മൾ ഖുർആൻ നോക്കിയിട്ട് തന്നെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്യുന്നൊരു രൂപമാണ്. അതെങ്ങനെയാണ് ഖത്മ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യത്തിൻ്റെ വാക്കിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫമീ ബിഷൗഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്കിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. അപ്പോൾ എങ്ങനെയാണ്? ഇതൊരു സൂചനാവാക്യമാണ് ഫമീ ബിഷൗഖ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാഹ്യാർത്ഥം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വായ ഖുർആൻ ഓതാനുള്ള ഷൗക്കിലാണ്, ഇഷ്കിലാണ് എന്നാണ്. അപ്പോൾ ഫമീ ബിഷൗഖ് എന്നാണ്, ഫമീ ബിഷൗഖ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൂചനാർത്ഥം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫമീ എന്ന വാക്കിലെ ഒന്നാമത്തെ അക്ഷരമായ ഫാത്തിഹയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഒരു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞല്ലോ, ആ വെള്ളിയാഴ്ചയാണ് ഖത്മ് ഓതാൻ വേണ്ടി തുടങ്ങേണ്ടത്. അത് തുടങ്ങുമ്പോൾ ഫമീ ബിഷൗഖ് എന്ന് പറയുമ്പോൾ ഫാത്തിഹ കൊണ്ടാണ് തുടങ്ങേണ്ടത്. അതാണ് അതിൻ്റെ ധ്വനി. അടുത്ത അക്ഷരം മീമാണ്. അപ്പോൾ ഫാത്തിഹ കൊണ്ട് തുടങ്ങിയിട്ട് മീം, ഫമീ എന്ന് പറയുമ്പോൾ മീമല്ലേ, ആ മീം മാഇദയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ വെള്ളിയാഴ്ച മാഇദ വരെയാണ് ഓതേണ്ടത്. അപ്പോൾ ഈ ഒരു രഹസ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സീക്രട്ട്. ഇതൊരു അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറയായ ഒരു വാക്കാണിത്, ഫമീ ബിഷൗഖ് എന്നുള്ളത്. അപ്പോൾ ഈ ഫമീ ബിഷൗഖ് എന്നുള്ളതിലെ ഫാ മീം അത് സൂചിപ്പിക്കുന്നത് വെള്ളിയാഴ്ച അവൻ ഓതി തുടങ്ങിയിട്ട് വെള്ളിയാഴ്ച തുടങ്ങുമ്പോൾ അവന് ഫാത്തിഹ മുതൽ മാഇദ വരെ വെള്ളിയാഴ്ച ഓതണം എന്നുള്ളതാണ്. രണ്ടാമത്തെ അക്ഷരം യാ ആണ്. ഫമീ എന്ന് പറയുമ്പോൾ യാ നീട്ടാനുണ്ട്. ആ യാ സൂചിപ്പിക്കുന്നത് യൂനുസ് സൂറത്തിലേക്കാണ്. അപ്പോൾ യൂനുസ് സൂറത്ത് ബി ഷൗഖിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ബ ആണ്. അത് ബനി ഇസ്രായേൽ സൂറത്തിലേക്ക്, ആ സൂറത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഷീന് ഷുഅറയിലേക്കാണ് സൂചിക്കുന്നത്. വാവ് വസ്വാഫാത്തിലേക്ക് സൂചിപ്പിക്കുന്നു. ഖാഫ് വാഖിയയിലേക്ക് സൂചിപ്പിക്കുന്നു. വാഖിയ മുതൽ ഖുർആൻ ഒടുവിൽ വരെയുള്ളതിലേക്കാണ് അത് മുഴുവനും സൂചിപ്പിക്കുന്നത്. അപ്പോൾ 7 ദിവസം കൊണ്ട് ഈ രൂപത്തിൽ നമുക്ക് 7 ഭാഗങ്ങളാക്കിയിട്ട് വിശുദ്ധ ഖുർആൻ ഓതി തീർക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രഹസ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഫമീ ബിഷൗഖ് എന്ന വാക്കിൻ്റെ രഹസ്യത്തിലേക്ക്.
ആ രൂപത്തിലാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ ഓതാൻ തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച അന്ന് അൻആം വരെ ഓതുക. അൻആം മുതൽ 2 വ്യത്യസ്തങ്ങളായ രൂപങ്ങളുണ്ട്. അപ്പോൾ അൻആം മുതൽ അൻആം വരെ ഓതുക, ശനിയാഴ്ച അൻആം മുതൽ യൂനുസ് വരെ ഓതുക, ഞായറാഴ്ച യൂനുസ് മുതൽ തോഹ വരെ ഓതുക, തിങ്കളാഴ്ച തോഹ മുതൽ അങ്കബൂത്ത് വരെ ഓതുക, ചൊവ്വാഴ്ച അങ്കബൂത്ത് മുതൽ സുമർ വരെ ഓതുക, ബുധനാഴ്ച സുമർ മുതൽ വാഖിയ വരെ ഓതുക, വ്യാഴാഴ്ച വാഖിയ മുതൽ അവസാനം വരെ ഓതുക. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഇത് ഓതി തീർക്കാൻ കഴിയില്ല എന്നുള്ളതൊന്നും വേണ്ട. ഇത് നമ്മൾ തീരുമാനിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓതി തീർക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ പല ആളുകൾ ഓതിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്ത് നമ്മൾ ഓതുന്ന ആ ദുആക്ക്, ചെയ്യുന്ന ദുആക്ക് വളരെ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്നതുകൊണ്ടാണ് മഹാന്മാർ ഈ രൂപത്തിലുള്ള ഒരു അമൽ പറഞ്ഞിട്ടുള്ളത്. അതിങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകം കാര്യം സാധിക്കാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ കൃത്യമായിട്ട് ഒരാഴ്ച കൊണ്ട് ഖത്മ് പൂർത്തീകരിക്കുക, ഖത്ം തീർത്ത് ദുആ ചെയ്യുക. ഉത്തരം കിട്ടും, ഉദ്ദേശങ്ങൾ നിറവേറും. എന്തിനു വേണ്ടിയിട്ടാണ് ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയമാണ് ഏറ്റവും മഹത്തായ സമയം. നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാനോ അത് നോക്കാനോ അതെടുത്ത് ഓതാനുള്ള സമയമൊന്നുമില്ല. വലിയ വലിയ പണ്ഡിതന്മാർ പറയുന്നു, മനുഷ്യൻ അള്ളാഹു നൽകിയ ഒരു ആദരവും അംഗീകാരവുമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. മലക്കുകൾക്ക് അള്ളാഹു ഈ ബഹുമതി നൽകിയിട്ടില്ല. മലക്കുകൾ ഇത് മനുഷ്യരിൽ നിന്ന് കേൾക്കാൻ കാതോർത്തു നിൽക്കുകയാണ്. നമ്മളൊക്കെ ഓതുന്നത് കേൾക്കാൻ വേണ്ടി അവർ സാഗൂതം കേട്ടിരിക്കുകയാണ്, കാതോർത്തിരിക്കുകയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ ഓതാൻ ഏറ്റവും ഉത്തമമായ സമയം ഏതാണെന്നറിയോ? വിശുദ്ധ ഖുർആൻ ഓതാൻ ഏറ്റവും ഉത്തമമായ സമയം ഏതാ? നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം ഇങ്ങനെ വരുന്നുണ്ടോ? സുബഹിക്ക് ശേഷമാണ്, മഗ്രിബിന് ശേഷമാണ്, അസ്റിന് ശേഷമാണ്, അർദ്ധരാത്രിയാണ്, തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ടാണെന്നൊക്കെ വരുന്നുണ്ടാകും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് അത് നിസ്കാരത്തിലാണ്. ഖുർആൻ പാരായണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയം അതാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാട് ഏതാണെന്നറിയോ? അത് മക്കയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് മക്കയാണ്. കാലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് യുദ്ധം ഹറാമായ മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദുൽഹിജ്ജ മാസവും, ദുൽഹിജ്ജയിലെ നാളുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ 10 ദിവസങ്ങളും, ആഴ്ചകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെള്ളിയാഴ്ചയും, രാവുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രികളും, അതേപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫർദ് നിസ്കാരയാമങ്ങളും, വാക്കുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹു എന്ന് ആ ദിക്റുമാകുന്നു. അപ്പം നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വിലപിടിച്ചത് രാത്രി ഖുർആൻ പാരായണം ചെയ്യുന്ന സമയമാണ്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി എന്താ? അത് നിസ്കരിക്കുന്ന സമയം, ആ നിസ്കാര സമയമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അത് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കാം. നിസ്കാര സമയം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വില പിടിച്ചത് രാത്രി ഖുർആൻ പാരായണ സമയമാണ്. അപ്പോൾ രാത്രി ഖുർആൻ പാരായണ സമയം അത് വളരെയധികം നാം ഗൗരവമായി ശ്രദ്ധിക്കണം. നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ വെള്ളി മുതൽ വ്യാഴം വരെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ രൂപത്തിലാണ് നമ്മളതൊക്കെ ഓതേണ്ടതും ചെയ്യേണ്ടതൊക്കെ. രാത്രിയിൽ മനസ്സാന്നിധ്യവും ഏകാഗ്രതയും വർദ്ധിക്കുന്നു, ജോലികളിൽ നിന്ന് മോചനമുണ്ടാകുന്നു, നമുക്ക് നല്ല മാനസികമായിട്ട് നല്ല ഉന്മേഷമുണ്ടാകുന്ന സമയമാണ്. രാത്രിയുടെ അവസാന യാമങ്ങളിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ 1-ാം ആകാശത്തേക്ക് കൂടുതലായി ഇറങ്ങി വരുമെന്നും അതിനാൽ ദുആക്ക് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നും റിപ്പോർട്ടിലുണ്ട്. അതിനാൽ രാത്രിയുടെ ആദ്യ പകുതിയേക്കാൾ ഉത്തമം ഇബാദത്തുകൾക്ക് രണ്ടാമത്തെ പകുതിയാണ്. രണ്ടാമത്തെ പകുതി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉത്തമമായ സമയം ഇശാ മഗ്രിബിനിടയിലുള്ള സമയമാണ്. അതുകൊണ്ടാണ് പഴയകാലം മുതലേ നമ്മൾ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നൊരു പതിവ് ധാരാളമായിട്ട് വന്നത്. അത് രാത്രിയുടെ അന്ത്യയാമങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഇശാ മഗ്രിബിൻ്റെ ഇടയിലുള്ള സമയമാണ്. പിന്നെ പകലിൽ ഏറ്റവും ഉത്തമമായ സമയം പ്രഭാതമാണ്. ഖുർആൻ ഏതു സമയത്തും ഓതാന്നുള്ളതാണ്.
പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി മുതിരുമ്പോൾ നമ്മൾ ഈ സമയമൊക്കെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുക. ഏതു സമയം? നമ്മൾ പറഞ്ഞല്ലോ, രാത്രിയുടെ അന്ത്യയാമങ്ങളാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള ഇശാ മഗ്രിബിൻ്റെ ഇടയിലുള്ള സമയമാണ്. മൂന്നാം സ്ഥാനത്തുള്ളത് അത് പ്രഭാത സമയമാണ്. ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ തിരഞ്ഞെടുത്തോതുമ്പോൾ അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സമയമാകും, ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള സമയമാകും. ആത്മാർത്ഥമായിട്ട് ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ ഏതു കാര്യങ്ങളും വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാനൊക്കെ അത് കാരണമാകുന്നതാണ്. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അറഫ ദിവസമാണ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളിയാഴ്ച ദിവസത്തിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ചക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വ്യാഴാഴ്ചയാണ്. അപ്പോൾ ദിവസത്തിൻ്റെ ഒരു ശ്രേഷ്ഠത അങ്ങനെയാണ് പോകുന്നത്. പത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഏതാ? നമ്മളിതൊക്കെ മുമ്പ് പറഞ്ഞതാ. പത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അത് റമളാനിൻ്റെ അവസാനത്തെ 10, ഒടുവിലത്തെ 10. പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള റമളാനിൻ്റെ രണ്ടാമത്തെ 10, ഒന്നാമത്തെ 10 ഒന്നുമല്ല. പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10ആണ്. മാസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് റമളാൻ മാസം തന്നെയാണ്. ഖുർആൻ പാരായണം തുടങ്ങാൻ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാവും, അവസാനിപ്പിക്കുന്നതിന് ഏറ്റവും ഉത്തമം വ്യാഴാഴ്ച രാവുമാണ്. അപ്പോൾ ഖുർആൻ പാരായണം തുടങ്ങാൻ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാവും, അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ലത് വ്യാഴാഴ്ച രാവുമാണ്. മഹാനരായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഖത്മ് തീർക്കാൻ ഏറ്റവും നല്ലത് പകലിൻ്റെയോ രാത്രിയുടെയോ ആദ്യ മുഹൂർത്തങ്ങളിലാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആൻ ഖത്മ് തീർക്കുന്നത് രാത്രിയുടെ അന്ത്യയാമങ്ങളിലായാൽ അയാൾക്ക് വേണ്ടി മലക്കുകൾ പ്രത്യേകം ദുആ ചെയ്യുന്നതാണ്. നേരം പുലരുന്നത് വരെ അത് രാത്രിയുടെ അവസാന യാമങ്ങളിലായി, പിറ്റേന്ന് സായാഹ്നം വരെ അയാൾക്ക് വേണ്ടി മലക്കുകൾ പ്രത്യേകം ദുആ ചെയ്യുന്നതാണ്. മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിഖ്യാതമായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, ഖുർആൻ ഖത്മ് തീർക്കുന്നത് പകലിൻ്റെ ആദ്യ ദശയിൽ സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തോടെയായിരിക്കണം, അല്ലെങ്കിൽ രാത്രിയുടെ ആദ്യ ദശയിൽ മഗ്രിബിൻ്റെ 2 റക്അത്ത് സുന്നത്തോടെയായിരിക്കണം. അപ്പോൾ നോക്കൂ, ഖുർആൻ ഖത്മ് തീർക്കുന്നത് പകലിൻ്റെ ആദ്യത്തെ സമയത്തിലോ അല്ലെങ്കിൽ രാത്രിയുടെ ആദ്യത്തെ സമയത്തിലോ ആയിരിക്കണം. ഇതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നുറുങ്ങുകളാണ്, അറിവുകളാണ്. നിങ്ങൾ ഈ അമല് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുത്തി നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമല് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു തന്നതാണ്. ഇത് അതിൻ്റെതായ കൃത്യമായ സമയത്തിലും വ്യക്തമായ രൂപത്തിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. മഹാനരായ ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തണുപ്പ് കാലത്താണെങ്കിൽ ഖത്മ് തീർക്കുന്നത് രാത്രിയുടെ ആദ്യ ദശയിലായിരിക്കൽ സുന്നത്താണ്, ചൂടുകാലത്താണെങ്കിൽ പകലിൻ്റെ ആദ്യ ദശയിലുമായിരിക്കൽ സുന്നത്താണ്. അപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ രാത്രിയുടെ ആദ്യത്തിലും പകലിൻ്റെ ആദ്യത്തിലും ഓതാന്ന് പറഞ്ഞു. രാത്രിയുടെ ആദ്യത്തിലും പകലിൻ്റെ ആദ്യത്തിലും ഓതാന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുകയാണ്. രാത്രിയിൽ ഓതുക എന്നുള്ളത് അത് തണുപ്പ് കാലത്താണെങ്കിൽ അതാണ് നല്ലത്, ചൂടുകാലത്താണെങ്കിൽ പകലിൻ്റെ ആദ്യ ദശയിലാണ് അത് ഖത്തം നമ്മൾ ആ രൂപത്തിലാണ് ഖത്തം തീർക്കാൻ ഏറ്റവും നല്ലത് എന്നുള്ളത്. നോക്കൂ, നിങ്ങൾ ഖത്തം തീർക്കുന്ന ദിവസം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. നമ്മളൊരു ഖത്തം ഇങ്ങനെ ഓതുകയാണ്. ഖത്തം എന്ന് പറയരുത്, ഖത്മ് എന്നാണ് പറയണ്ടേ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു ഖത്മ് ഇങ്ങനെ ഓതുകയാണ്. ഖത്മ് ഓതുന്ന സമയത്ത് അത് പൂർത്തീകരിക്കുന്ന ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം? ഒരു നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. അത് താബിഈകളിൽപ്പെട്ട ഒരു സംഘത്തിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വല്ലവനും നോമ്പോടുകൂടെ ഖുർആൻ ഖത്മ് തീർത്താൽ അയാൾ സ്വർഗം നേടി. ഖത്മ് ദുആ ചെയ്യാൻ സമയത്ത് ബന്ധുമിത്രാദികളെയൊക്കെ ക്ഷണിച്ചു വരുത്തൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇതൊക്കെ ഖത്മുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ കാര്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് അടുക്കുന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖത്മ് ദുആ ചെയ്യുമ്പോൾ ബന്ധുക്കളെ എല്ലാം ക്ഷണിച്ചു വരുത്താറുണ്ട് മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ ആദാബുകളും ഈ മര്യാദകളൊക്കെ പാലിച്ച് തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഓതുമ്പോഴാണ് അതിന് നല്ല ഫലം ലഭിക്കുക. നമ്മളൊരു പ്രധാന ഉദ്ദേശത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴൊക്കെ അങ്ങനെ ചെയ്തു നോക്കുക. ഖുർആൻ ഖത്മ് തീർക്കുമ്പോൾ ബന്ധുക്കളെ വിളിക്കുക. അവിടെ റഹ്മത്ത് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. ഖുർആൻ ഓതാൻ വുളൂ സുന്നത്താണ്, നമുക്കറിയാം. വുളൂ സുന്നത്താണ് ഖുർആൻ ഓതാൻ. കാരണം അത് അത്യുത്കൃഷ്ടമായ ദിക്റാണ്. ദിക്റിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ശുദ്ധിയില്ലാതെ ദിക്ർ ചൊല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെറുപ്പായിരുന്നു. അക്കാര്യം ഹദീസിൽ തന്നെ സ്ഥിരപ്പെട്ടതാണ്.
അപ്പോൾ വുളു ഇല്ലാത്തവന് ഓത്ത് കറാഹത്തില്ല. പക്ഷേ വുളു ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാറുണ്ടെന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വുളു ഇല്ലാത്ത സമയത്ത് ഓതാം, പക്ഷേ നമ്മൾ ജനാബത്തുള്ള സമയത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല, വലിയ അശുദ്ധി ഉണ്ടാകുന്ന സമയത്ത്. ഇനി നിങ്ങൾ നോക്കൂ, ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വുളുവുമായി ബന്ധപ്പെട്ട അദബുകേടുമായി ബന്ധപ്പെട്ട വല്ല സംഭവങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും പോയിട്ട് വുളു എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളിപ്പോൾ ഈ ആർത്തവം, അതേപോലെ തന്നെ ജനാബത്ത്, മെൻസസ് ആകുന്ന സമയത്തൊക്കെ ഖുർആൻ ഓതൽ ഹറാമാണ്, നമുക്കൊക്കെ അറിയാം. അത് ഖുർആൻ ഓതലാണ് കേട്ടോ ഹറാമ്, ദിക്ർ ചൊല്ലൽ ഹറാമില്ല. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ ഹദ്ദാദ് റാത്തീബ് ചൊല്ലാൻ പറ്റുമോ, ഹദ്ദാദ് ഇല്ലാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇത് താഴെ ആരെങ്കിലും ഒന്ന് എഴുതി അറിയിക്കും വേണം. ഈ അശുദ്ധി സമയങ്ങളിലൊക്കെ ഹദ്ദാദ് ഓതുന്നതിന് പ്രശ്നമില്ല, അതൊരു ദിക്റായിട്ടും വിറുദായിട്ടും വരുന്നതാണ്. അത് നമ്മളൊരു ദിക്റായിട്ട് ചൊല്ലുന്നതാണ്. ഹദ്ദാദ് റാത്തീബ് പാരായണം ചെയ്യുന്നതിന് കുഴപ്പമില്ല. വിശുദ്ധ ഖുർആൻ എന്ന കരുത്തോടു കൂടെ ഓതുന്നതാണ് ഹറാമുള്ളത്. നമ്മളിതൊരു റാത്തീബായിട്ട്, ഒരു ദിക്റായിട്ട്, ഒരു ഹദ്ദാദായിട്ട് അല്ലേ സ്ഥിരമായി ചെയ്തു വരുന്നതാണ്. അതിന് കുഴപ്പമില്ല. ബിസ്മി ഖുർആനിൽപ്പെട്ട ആയത്താണ്. ഒരാൾ ബിസ്മി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 12,000 ബിസ്മിയുടെ അമലൊക്കെ ചൊല്ലുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഉസ്താദ് ബിസ്മി എല്ലാം പറ്റുമോ അങ്ങനെയുള്ള സമയങ്ങളിൽ എന്നൊക്കെ. അതൊക്കെ നമ്മൾ ദിക്റായിട്ട് ചൊല്ലുന്നതാണ്, അപ്പോൾ അതിന് പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. വായ മലിനമാകുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ കറാഹത്തുണ്ട്. നല്ല ശുദ്ധിയോടുകൂടെയാണ് ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ എപ്പോഴും ഇറങ്ങേണ്ടത്. വിശുദ്ധ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആദാബുകളും ചിട്ടകളും മര്യാദകളൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എത്ര ദിവസം കൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്തു തീർക്കേണ്ടത് എന്നതിലൊക്കെ ചർച്ചകൾ ധാരാളം നടന്നിട്ടുണ്ട്. 3 രാത്രിയിൽ കുറഞ്ഞതുകൊണ്ട് ഒരു ഖത്മ് തീർത്തവൻ ഒന്നും ഗ്രഹിച്ചില്ലെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം എന്താണെന്നുള്ളത് പല ഇമാമുമാരും ചർച്ച ചെയ്തിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് ഖുർആൻ ഓതുന്നത് പറ്റില്ല എന്നുള്ളതോ, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് മഹാന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് അക്ഷരങ്ങളെ ചുരുട്ടിക്കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അക്ഷരങ്ങളെ ചുരുട്ടിക്കൊടുക്കുകയും കാലത്തെ വികസിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കാലങ്ങളെ വികസിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഒരൊറ്റ നിമിഷങ്ങളെ കൊണ്ട് തന്നെ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമുക്ക് കാണാം, 3-ൽ കുറഞ്ഞ കാലയളവിൽ ഒരാൾ ഖത്മ് തീർത്താൽ അയാൾ ഖുർആനിൽ നിന്ന് പൂർണ്ണമായിട്ടൊന്നും ഗ്രഹിക്കാൻ സാധിച്ചില്ല എന്ന് കാണാവുന്നതാണ്. അപ്പോൾ 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 രാത്രികളാണ്, 3 യാമങ്ങൾ, 3 രാത്രികൾ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത് 3 നാളുകളാണത് എന്നുള്ളതാണ്. ഇവിടുത്തെ വിശദീകരണം, ധൃതി പിടിച്ചു ഓതുക, അത് കാരണമായിട്ട് അക്ഷരങ്ങൾ നഷ്ടപ്പെടുക, അയാൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക, ഖുർആനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതിരിക്കുക, ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഓതരുത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓതണം എന്നുള്ളതാണ്. ചിലർ നമ്മളപ്പം വിശുദ്ധ ഖുർആൻ നേരത്തെ നമ്മളൊരു 7 ദിവസം കൊണ്ട് ഓതേണ്ട രൂപം പറഞ്ഞല്ലോ. എന്നാൽ മഹാന്മാരൊക്കെ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഓതിയിരുന്നതെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, 7 ദിവസത്തിലൊരു ഖത്മ് തീർക്കുക, അതിൽ കൂടുതൽ ദിവസം എടുക്കരുത്. ഇങ്ങനെ 7 ദിവസത്തിലൊരിക്കൽ ഒരു ഖത്ം തീർക്കുന്നതിന് ഖത്മ് അഹ്സാബ് എന്ന് പേരുണ്ട് എന്നുള്ളത്. അപ്പോൾ 7 ദിവസം കൊണ്ട് ഖത്മ് തീർക്കുന്ന രൂപമാണ് നമ്മളിവിടെ പറഞ്ഞത്. ആ 7 ദിവസം കൊണ്ട് ഖത്മ് തീർക്കുന്ന ആ രൂപത്തിൽ പൂർത്തിയാക്കിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ പകലിലും ഓരോ രാത്രിയിലും സയ്യിദ് ഇബ്നു ഖാത്തിബ് സൂഫി എന്നവർ 4 ഖത്മ് വീതം ഓതി തീർക്കാറുണ്ട്. ഇങ്ങനെ സാധിക്കുമെന്ന ചോദ്യത്തിനുത്തരം അള്ളാഹു അദ്ദേഹത്തിന് അക്ഷരങ്ങളെ ചുരുട്ടിക്കൊടുക്കുകയും കാലത്തെ വികസിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കൂ, ചില മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം എന്താ? അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമയങ്ങളെ ചുരുട്ടിക്കൊടുത്തു, അവർക്ക് കാലങ്ങളെ വികസിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് അതിൽ നിന്നും വലിയ ബറക്കത്ത് ലഭിച്ചു. അങ്ങനെ അവർക്ക് ഓതി തീർക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു വലിയ മഹാൻ്റെ ശിഷ്യരിൽപ്പെട്ട ഒരു വലിയ മഹാൻ, അവർ ഓരോ രാവും പകലും 70,000 ഖത്മ് വീതം ഓതി തീർത്തിരുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഒരിക്കൽ മഹാനവറുകൾ ത്വാഫ് ചെയ്യുന്ന സമയത്ത് ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് ഖത്മ് ഓതാൻ ആരംഭിച്ചു. തുടർന്ന് വാതിലിന് നേരെ എത്തിയപ്പോഴേക്കും ഒരു ഖത്മ് ഓതി തീർന്നു. മാത്രമല്ല, ഇതിൽ ഓരോ അക്ഷരവും ചുറ്റുമുള്ള കൂട്ടുകാർ ശരിക്കും കേട്ടു. മിഷ്കാത്തിൻ്റെ ഷറഹിലും യഹ്യയിലൊക്കെ ഈ വിഷയം നമുക്ക് കാണാവുന്നതാണ്.
നിങ്ങൾ നോക്കൂ എന്താ പറഞ്ഞത്, ഹജറുൽ അസ്വദ് ചുംബിച്ചു. ഹജറുൽ അസ്വദ് ചുംബിച്ചിട്ട് വാതിലിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്ക് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ടും പാരായണം ചെയ്ത് തീർത്തു എന്ന് മാത്രമല്ല, അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ ഖുർആൻ പാരായണം ചെയ്തത് അങ്ങനെ കേട്ടു എന്നും പറയുന്നു. ഇത് യഹ്യയിലും മിഷ്കാത്തിൻ്റെ ഷറയിലൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കൂ, അതൊക്കെ അനുഭവമുള്ളവർ പറയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് കാലങ്ങളെ വികസിപ്പിച്ചു കൊടുക്കുകയും അക്ഷരങ്ങളെ ചുരുട്ടി കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർക്കതിന് സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഒരാൾ ഖുർആൻ ഓതി തീരാൻ സമാപന ഘട്ടത്തിൽ, ഒരാൾ ഖുർആൻ ഓതി തീർക്കുന്ന സമയത്ത് അതിൻ്റെ സമാപന ഘട്ടത്തിൽ 60,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ജാമിഉ സ്വഗീറിൽ കാണാവുന്നതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ വളരെ ആത്മാർത്ഥമായിട്ട് ഓതിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് പൂർത്തീകരിക്കപ്പെടും. ഇപ്പം നമ്മളിവിടെ പറഞ്ഞപ്പോൾ ഒരുപാട് അമലുകൾ നമ്മൾ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. 12,000 ബിസ്മിയുടെ അമൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ അത് കേട്ടവരാണ്. സൂറത്തുൽ ഫത്തഹിൻ്റെ അമൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കേട്ടവരാണ്. എത്രയോ അമലുകൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ യാ ലത്തീഫിൻ്റെ അമൽ, സൂറത്ത് യാസീൻ വിവിധങ്ങളായ സമയങ്ങളിൽ ഓതുന്ന അമൽ, വിവിധങ്ങളായ രൂപങ്ങളിൽ ഓതുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതൊക്കെ ചെയ്ത് എത്രയോ ആളുകൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിച്ചു. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർത്തീകരിച്ച് തരുകയും ചെയ്യും. പക്ഷേ അള്ളാഹു അതിനൊക്കെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും ഹൈറായ സമയം എപ്പോഴാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വളരെ കൃത്യമായി അറിയാവുന്നവനാണ്. അവനത് ആ സമയത്തിൽ അത് നമുക്ക് നേടിത്തരും. പക്ഷേ നമ്മൾ പ്രാർത്ഥന ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ദുആ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, അത് മുഅ്മിനിൻ്റെ വജ്രായുധമാണ്. അതൊരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാനോ അതിനെ അവഗണിക്കാനോ പാടില്ല. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചില ആളുകളൊക്കെ ചോദിക്കും, എന്തിനാ ഉസ്താദെ നമ്മൾ ദുആ ചെയ്യുന്നത്? അള്ളാഹു നമുക്ക് കണ്ടറിഞ്ഞ് തരൂലേ? അള്ളാഹു നേരത്തെ മുൻകൂട്ടിയെല്ലാം തീരുമാനിച്ചു വെച്ചിട്ടില്ലേന്ന്. പിന്നെ എന്തിനാ ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നത്? അള്ളാഹ് ഖുർആനിൽ തന്നെ പറയുന്നില്ലേ, ഉദ്ഉനി അസ്തജിബ് ലക്കും വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന്. അള്ളാഹു നേരത്തെ ഇതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അള്ളാഹ് നമ്മളോട് ചോദിക്കാൻ പറയുന്നത്? അപ്പോൾ അതിൻ്റെ എന്താ, യംഹുല്ലാഹു മാ യശാ, അള്ളാഹു ഉദ്ദേശിച്ച് വെച്ച ചില കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മുടെ ദുആ കാരണമായിട്ട്, നമ്മുടെ സ്വതക്ക കാരണമായിട്ട് അള്ളാഹു അതൊക്കെ തട്ടി മാറ്റിയിട്ട് അത് അള്ളാഹു മാറ്റി എഴുതാനൊക്കെ കാരണമാകും. അപ്പോൾ മുൻകൂട്ടി അള്ളാഹുവിൻ്റെ അറിവിൽ അങ്ങനെയുണ്ട്. ഇവന് 30, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവന് 42 വയസ്സ് വരെയാണ് ഇവൻ്റെ ജീവിതം ശരിക്കുള്ളത്. 42ാമത്തെ വയസ്സിൽ ഇവന് മരണപ്പെടാനാണ് വിധി. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഞാൻ ആ പോയിൻ്റ് മനസ്സിലാക്കാൻ വേണ്ടി സാധാരണ ഒരു ഉദാഹരണം പറയണേ. 43 വയസ്സ് വരെയാണ് ഇവന് ജീവിക്കാനുള്ള അർഹതയുള്ളൂ. പിന്നെ ഇവന് 40ാമത്തെ വയസ്സിൽ ഒരു യത്തീമിനോ ഒരു മുതഅല്ലിമിനോ ഒരു സ്വതക്ക നൽകി. ആ സ്വതക്ക നൽകിയ കാരണം ആ സ്വതക്ക നൽകിയിട്ട് അവന് ദുആ ചെയ്തു ദീർഘായുസ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ ദുആ ചെയ്ത കാരണമായിട്ട് അള്ളാഹു അവൻക്കത് 60-70 വയസ്സ് വരെ ജീവിക്കാനുള്ള അവസരമാക്കി കൊടുക്കുന്നു. അപ്പോൾ നേരത്തെ ഇത് മുൻകൂട്ടി അള്ളാഹ്ക്ക് അറിയാം. അപ്പോൾ അള്ളാഹ് ആദ്യം എഴുതി വെച്ചത് എങ്ങനെയാണ്? ഇവന് 40ാമത്തെ വയസ്സിൽ ഇങ്ങനെ സ്വതക്കയും അത് കാരണമായിട്ട് അവനക്ക് ആയുസ്സിനെ നീട്ടിക്കിട്ടും. അങ്ങനെ അവന് 70ാമത്തെ വയസ്സിലാണ് മരണപ്പെടുക. ഇത് അള്ളാഹിൻ്റെ ഇൽമിൽ അള്ളാഹ്ക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. എത്രയോ പ്രവാചകന്മാരങ്ങനെയല്ലേ? നിങ്ങൾ നോക്കൂ, മക്കളില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന പ്രവാചകന്മാരുണ്ടായില്ലേ? അവർക്ക് എത്ര കാലം കഴിഞ്ഞ് ദുആ ചെയ്തിട്ടാണ് മക്കളുണ്ടായത്? ശത്രുക്കളുടെ വലിയ പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി എത്ര പ്രവാചകന്മാരുണ്ടായിരുന്നു, അമ്പിയാക്കളുണ്ടായിരുന്നു. അവർക്കൊക്കെ അള്ളാഹുവിനോട് എത്ര കാലം ചോദിച്ചിട്ടാണ് അവർക്കൊക്കെ മറുപടിയും ജവാബും ഉത്തരമൊക്കെ ലഭിച്ചത്. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ എന്തെല്ലാമുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ എത്ര വലിയ പരീക്ഷണങ്ങളിലാണ് അകപ്പെട്ടു പോയത്. സ്വന്തം പ്രിയപ്പെട്ട മകനെ പൊന്നുപോലെ വളർത്തിയ മകനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞത്, ആ മകനെ കാണാതെ ഒരുപാട് കാലം കരഞ്ഞു 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 കലങ്ങിയ കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്, ഇതൊക്കെ ചരിത്രങ്ങളിൽ നമ്മൾ വായിച്ചതല്ലേ? സ്വന്തം മകനെക്കുറിച്ചല്ലേ അറിഞ്ഞത്? അങ്ങനെ എടുത്തു നോക്കുമ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടില്ലേ? എത്ര വലിയ രോഗങ്ങളാണ് ഉണ്ടായത്. നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മെ എല്ലാം വിളിച്ചൊരുമിച്ച് കൂട്ടി നിർത്തും.
അങ്ങനെ ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ട് നമ്മളോടൊക്കെ അള്ളാഹു ആദ്യമായിട്ട് ചോദിക്കൽ നമ്മുടെ നിസ്കാരത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പറയും, എനിക്ക് തലവേദന ആയതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റിയില്ല, ഞാൻ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഓപ്പറേഷനായിരുന്നു, എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, എനിക്ക് നല്ല തലവേദനയായിരുന്നു, എനിക്ക് പനിയായിരുന്നു, എൻ്റെ കയ്യിന് സ്വാധീനം കുറവായിരുന്നു എന്നൊക്കെ രോഗങ്ങൾ പറയൂലേ, എൻ്റെ ശരീരത്തിൽ മൊത്തം വ്രണമായിരുന്നു എന്നൊക്കെ പറയൂലേ. അപ്പോഴാണ് മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഇതാരാണെന്നറിയോ? ഇതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആരാണ് അയ്യൂബ് നബി എന്നറിയണോ? ഞാൻ ഏറ്റവും കൂടുതൽ രോഗം കൊടുത്തിട്ടുള്ളത് അയ്യൂബ് നബി അലൈഹി സ്വലാമിന് അയ്യൂബിനാണ്. പക്ഷേ ഈ അയ്യൂബ് ഒരു നിമിഷവും നിസ്കാരത്തും പിന്തിപ്പിച്ചിട്ടില്ല, ഒരു നിമിഷവും എന്നെ മറന്നിട്ടില്ല എന്ന് പറയും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തഖ്വയോടുകൂടെ ജീവിച്ചപ്പോൾ അവർക്കൊക്കെ വലിയ വലിയ വാതായനങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെട്ടു. അതുപോലെയാണ് പ്രിയമുള്ളവരെ നമുക്ക് മുമ്പിലും തുറക്കപ്പെടും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആത്മാർത്ഥമായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ തവക്കുലോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിന് നമ്മൾ ഓരോരുത്തരും തയ്യാറായിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു നമുക്ക് നമ്മുടെ വിഷയങ്ങളിലൊക്കെ വലിയ ഫത്ഹ് നൽകട്ടെ. നിങ്ങളിങ്ങനെയുള്ള ഒരുപാട് അമലുകൾ കേൾക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ, നിങ്ങളതൊക്കെ കൃത്യമായി ചെയ്യുമ്പോൾ അതിന് നല്ല റിസൾട്ട് ലഭിക്കാൻ കാരണമാകുന്നു, നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് വലിയ ഫത്ഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാലം റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനും ജീവിതത്തെ ക്രമപ്പെടുത്താനും അള്ളാഹു നമുക്ക് വലിയ ഹദ്ദ് നൽകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചിരട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.